സ്ട്രോബെറി ചോപ്പുകളെ അത് ഇതിന്റെ ഉള്ളിലേക്ക് കൂടെ എന്റെ ബുദ്ധി ഇത് ലീക്കായി പോലെ സ്ട്രോബെറി ലീക്ക് ടെസ്റ്റോല് വലിയ പ്രശ്നമാണ് പോലെ ലീക്കായി ടെസ്റ്റോല് സ്ട്രോബെറി ഫുള്ള് ലീക്കായി കേടന്നിട്ട് ആൾക്കാരെ അടിക്കൂട്ട അപ്പൊ നേരെ പോലെ എന്ത് മേടിക്കണേ ഇപ്പൊ എല്ലാം കൊണ്ട് നമ്മൾ തകർക്കും. തക്കാളി പോരാ ഇത്ര സാധനങ്ങൾ നമുക്ക് വാങ്ങാണ്ട് ഗൈസ്. ഫ്രൂട്ട്സ് വരാണ്ടോ? ഫ്രൂട്ട്സ് പുറത്തുനിന്നത്ര ഇവിടെ ഡ്രിഫ്റ്റി ഇത് രണ്ടെണ്ണം വീഡിയോ എടുക്കല്ലേ തക്കാളി നോക്കിയെടുക്കാൻ അറിയാം. നമ്മളിതിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. തക്കാളി എന്ത് ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല. നല്ല തക്കാളി നോക്കി കിട്ടും. അത് തീർക്കാം ഒക്കെ കണക്കാ. ആ നല്ല നോക്കിയെടുക്കാൻ വരാം. നല്ല നോക്കി. ഈ ചെക്കൻ എന്താ ചീഞ്ഞ മാത്രം നോക്കി. നീ എന്താ പഠിച്ചേ? കമ്പ്യൂട്ടർ സയൻസാ? നമ്മുടെ കാശ്മീർ പുറത്തെടുക്കാം കേട്ടോ. ഒന്നായിട്ട് പുറത്തുനിന്ന് വന്നാൽ മതി. ഇവൻ കോഴിക്കോട് വന്നേ. ഇവനെ കണ്ടിട്ടില്ലേ ജി? ഇവൻ ഇവനെ കണ്ടില്ലേ ജി? അന്ന് കോഴിക്കോട് ഇത് താനി. പൈനാപ്പിളിൽ ഇതാക്കിയിട്ടുണ്ട്. പൈനാപ്പിൾ പിടിച്ച തൈര് പ്രശ്നമാണെങ്കിൽ മാറ്റണം. തൈരോ? ആ വേവാണ് എൻ്റെ. അതാ ഓനത് പറഞ്ഞിട്ട് ആ ചിക്കൻ ആക്കിയത്. രസമാണ്, നല്ല ടേസ്റ്റ് സാധനം. പക്ഷെ പണിയാണ്. എന്തായാലും വേണ്ടില്ല. ലഗോണിനെ നമ്മളൊന്ന് ആദ്യമായിട്ട് പരീക്ഷിക്കണം കേട്ടോ ഗേസ്. ലഗോണെ ആദ്യമായിട്ടാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കണം. നോമ്പുണ്ടാ? നോമ്പുണ്ട്. നോമ്പുണ്ടാ? ഇല്ല. നമ്മൾ അങ്ങോട്ട് പോവാം. നോമ്പുണ്ടാ? എനിക്ക് നോമ്പൊന്നുമില്ല. ഇവൻ കള്ള നോമ്പ. ആ മല്ലിപ്പൊടി പുഴ കാണാത്ത പോലെ ഇവിടുന്ന് ആറ്റ് കറങ്ങിയ പുഴയാണ്.
പണിയെടുക്കാൻ ആഫി മാത്രം ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ടിൻഡൊക്കെ വെറുതെ അടക്കാണ് അത് പറയും ടിൻഡു വെറുതെ അടക്കുക ടിൻഡു പൈനാപ്പിൾ അരിഞ്ഞിക്കണ് എടാ വെറുതെ അടക്കാന്ന് പറയല്ലേ ഞാനും വിളിച്ചിട്ടുള്ളൂ കോളേജ് നേരെ ഒന്നല്ലേ ചങ്ങായി ഒറ്റ ദിവസം വേണ്ടേ ടിൻഡു അരിഞ്ഞതാ തക്കാളി അത് തെറിക്കും തെറിക്കുന്നില്ല പറഞ്ഞോട് തെറിക്കും ഇവിടെ ആകെ അലമ്പായിക്കൊണ്ടിരിക്കുന്നേ ഞാൻ ക്രിയേറ്റീവ് കോർണറിൽ പോയി ഫുഡ് ഉണ്ടാക്കായിരുന്നു അപ്പം ജഡ്ജസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അംബിളീസ് പറഞ്ഞു ഇനി ശനിയാഴ്ച എപ്പോഴെങ്കിലും നന്നായി പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു കുക്കിംഗ്. അതിന്റെ പകുതി കുറച്ച് വേണേ തണുപ്പുള്ള ഇഷ്ടോടെ അല്ലെങ്കിൽ ഇത് വെക്കാൻ പറ്റുമോ ഇത് വെക്കാൻ പറ്റുമോ എന്ത് ഇതിലുള്ള നോക്ക് കൊള്ളുണ്ടാവും രാവിലെ തുടങ്ങിയതാ പണി ഇതിനോട്ട് രാവിലെ തുടങ്ങിയതാണ് പണി നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു പറഞ്ഞു എല്ലാവരും വരുന്നു പറഞ്ഞു ഇതല്ല ഞാൻ പറഞ്ഞ പൈനാപ്പിളാണ് ചോദിച്ചല്ലോ എന്ത് ഹലോ ഹലോ ഇതിന്റെ മേൽനോട്ടം മൊത്തം നമ്മളാണ് കണ്ട പ്രതീക്ഷയില്ല പക്ഷെ അതന്നെ ആ അതൊക്കെ കവറിലാക്കായിരുന്നു എന്നിട്ട് പിന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ചിക്കൻ നല്ല വേവുള്ളതാണ്, ഇപ്പോഴും നല്ല വെന്തിട്ടില്ല. വെന്താലേ ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ വലിയ പാടാ. ഈ ചിക്കൻ വെന്ത കഴിഞ്ഞാലോ ഇത് രാജാവാണ്. കാലെത്ര മാറണേ ഫിസിയോതെറാപ്പി ഇല്ലേ, ഞാൻ പോണോ വ്ളോഗ് ചടങ്ങാണ്. വീട്ടില് നല്ല ഫുഡ്, പിന്നെ നോമ്പൊന്നും ഇല്ല. നല്ല വീട്ടിൽ അടിച്ചിട്ടില്ല. അതാണ് അതിന്റെ ഒരു സ്ഥാനാർത്ഥിയെടുക്ക്. മുണ്ടൊന്നും നടക്കൂല. ആശിന്റെ പണി തുടങ്ങി. അത് വേണം ശരി. നമ്മള് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. 4 2 ഇപ്പൊ കത്തും. നമുക്ക് എന്താണ് നമുക്ക് കട്ട എന്തുണ്ടാകുള്ളത്? വെള്ളം കളിക്കണം. വെള്ളം കളിക്കും. സ്പെഷ്യൽ വെള്ളം കളിക്കണം. നമുക്ക് ഉണ്ടാക്കാൻ അതിന് പുതിനുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്, നമ്മള് ശ്രദ്ധിക്കുക. അത്രയ്ക്ക് വരാണ്. അതുപോലെ ഐസ് ക്യൂബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മള് ശ്രദ്ധിക്കുക. അപ്പൊ അത് എന്താണ് നോമ്പ് തുറയെ കുറിച്ച് നമ്മള് ശ്രദ്ധിക്കുക. അത്ര സെറ്റല്ലേ? ഇപ്പൊ ഇവനാണ് ലാസ്റ്റ് നോമ്പ് തുറക്ക് വന്നാണ് പണിയെടുക്കാതെ. ഗായ്സ്, നമ്മള് വന്നിട്ടുള്ളത് വിനേട്ടന്റെ വീട്ടിലേക്കാണ്. നോമ്പറൊക്കെ വന്നാണ്.
സേനം പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിന്റെ പ്രോഗ്രാമിൽ കഴിയുന്നൊന്നുമില്ല ഞാൻ കുടിച്ചത് ഇന്ത്യൻ ഗസ്റ്റ് ആണ് ഞങ്ങൾ മൂന്നുപേരെ. എന്റെ പേര് അസ്ലം, പ്രമുഖ വീഡിയോഗ്രാഫർ സിനിമാട്ടോഗ്രാഫറും ഇത് പ്രമുഖ സിനിമാട്ടോഗ്രാഫറും ഡയറക്ടറും ആയിട്ടുണ്ട്. ഇത് പ്രമുഖ എഡിറ്ററും മജ്ലിസ് കോളേജിലെ പെൺപിള്ളേരുടെ കണ്ണിലുണ്ടിയായിട്ടുള്ള കാമു. ഇല്ല ഞാൻ ലോല കുട്ടിക്ക് മാത്രം ലോല ഇതാകുമ്പോ വേവാൻ നല്ല പണിയാ. നമ്മുടെ നോമ്പിന്റെ സമയം ആവണ്ടേ? അതെ നേരത്തെ ഉറങ്ങണായിരുന്നു. ഉള്ളി ഇടാണ്, ആ സവാള അരിഞ്ഞത് ഇടാണ് കേട്ടോ. നമ്മള് എത്ര കിലോയാ? 3 കിലോ. 3 കിലോ സവാള കുഞ്ഞുനാന്ന് അരിഞ്ഞിട്ട് അത് ഇടാണ്. എന്നിട്ട് അത് ഇളക്കാണ്. നോമ്പ് ഇറക്കുമ്പോത്തിനും ആവുമോ? ഇല്ല, ഇപ്പൊ ടൈം എത്രയും നോക്കാം. അതിലേട്ട ഒരു പണി എടുക്കൂല. അതിൽ അതാവൂലടാ, ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടുവച്ചാ മതി, അല്ലെങ്കിൽ ആ ഷീറ്റുമ്പോ നിറച്ച വെള്ളം. ഹലോ ഹലോ പ്രിയപ്പെട്ട ഫർഷി, എന്താ പറയാള്? ആരപ്പ നാക്കിനക്കോ നാക്കായിട്ട് വെക്കൂ അക്കോ നാക്കായിട്ടില്ല, നാക്കായിട്ടില്ല. ഇതെന്തോ ബോറുണ്ടല്ലോ, അടിയില് നാക്കായിട്ടില്ല. ഷൂ കിട്ടി വരണ്ട ചെയ്യും. ആ കണ്ട് മോഡലായി നമ്മളെ യൂട്യൂബാണ്. എന്താ പറയാള്? ഭയോന്റെ വെള്ളല്ല കണ്ണു. പെരുന്നാക്ക് പള്ളി വന്ന പറയാ. ഇതിനെന്താ പറയാ? എന്താ ചെയ്യാ? ബിസ്മില്ല, അതിന് മുന്നൊന്നും ചെല്ലല്ലോ. എന്താ പറയാ? ചോറയ്ക്ക വന്നാണ് പേരേക്ക്. ക്ലാസ് ഞാൻ ആർക്ക് തന്നില്ലല്ലോ. ഇനി വേണോ? തണ്ണി ജഗ് കണ്ടാണ് 3 കാണിച്ചു നമുക്ക് കഷ്ടപ്പെട്ട് മിക്സ് ആക്കി വേഗം 2 ഇഞ്ചുള്ളൂ. അരി കഴുകു ബാ. ഞാൻ വത്ത കഴിച്ച്, മുന്തിരി കഴിച്ച്, പിന്നെ പൈനാപ്പിൾ അലർജി കഴിക്കാൻ പറ്റില്ല. അരി പിന്നെ കഴുകുവാ. അത് അടുക്ക പിന്നെ കഴുകുവാ. ഇത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. സോ മെനി പീപ്പിൾസ്. കൊടുക്കും. കോർഡിനേറ്റർ നാഫി.
അസ്സലാമു അലൈക്കും. അപ്പൊ ഒന്നും പറയാം, നമ്മള് ഏത്തപ്പായിട്ട് നിക്കണേ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് അല്ലെ, ഇതെന്ത് പറയാ ഈത്തപ്പഴം തന്നെ അല്ല, എന്താ പറയാ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാ. അപ്പൊ നോമ്പ് തുറക്കാൻ ടൈം ആവുള്ളൂ, 1 മിനിറ്റ് ഉള്ളു. പള്ളി നല്ല ലാഗാണ് അല്ലെ, പള്ളിയിൽ മൊയിലേര് കുറച്ച് ലാഗ് അയക്കണം, ഡീൽ അയക്കണേ. ആള് ഉറങ്ങിയ തോന്നുന്നു. സൈലൻസ് സൈലൻസ്. അസ്സലാമു അലൈക്കും. ഉണ്ടായിരിക്ക. അരി കഴുകുന്നു. മല്ലിച്ചപ്പും പുതിയനെയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. കേരള സ്റ്റോറി, ഇതാണ് കേരള സ്റ്റോറി. മഞ്ഞൾപ്പൊടി അല്ലാ അല്ല, ഇത് അങ്ങനത്തെ പൊടി തന്നെയാണത്, സംശയമൊന്നുമില്ല. ഇത് ഞാൻ തന്നെ മറ്റേ പച്ച ഉണക്കി പൊടിച്ചതാണ്. ഇത് പച്ച ഉണക്കി പൊടിച്ച മഞ്ഞപ്പൊടിയാണ്. അടിപൊളി മഞ്ഞപ്പൊടിയാ, നാടനാ, തനി നാടൻ മഞ്ഞപ്പൊടിയാ. വറുത്ത സവാളയാണ് കേട്ടോ. സ്പെഷ്യൽ മസാലയാണേ. കാഷ്നട്ട്, തേങ്ങ, എള്ള്, കടല, എല്ലാം കൊണ്ട് നന്നായിട്ടുണ്ട് ഇളക്കുക. സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇറക്കിയത് നമ്മൾ അങ്ങനെയൊന്നും വരാറില്ലല്ലോ. അതിലേക്ക് അപ്പോൾ ചോറ് നമുക്ക് റെഡിയാക്കണം. അരിയില്ലേ, മോളെ മോളെ കഥാപ്രസംഗം അപ്പൊ പറയൂ. ജാതി മത ഭാഷ വർണ്ണ സ്ത്രീ പുരുഷൻ എനിക്ക് വ്യത്യാസമില്ലാതെ പാകാണ്, അല്ല മറ്റൊക്കെ പാകാം. വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞ, വെള്ളത്തിനെ കുറിച്ച് നല്ല വെള്ളമാണ്, നാഫി വെള്ളമാണ്. നാഫി വെള്ളം വെള്ളത്തിന് അടിച്ചൊരു ആശിക്ക് അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ ഒരു ഇങ്ങനത്തെ ഒരു വൈബ് അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഈ നോമ്പുനിറ എനിക്കിന്റെ ഓർമ്മയിലുള്ള ഒരു വലിയ സംഭവം തന്നെയായി മാറും. അതിന്റെ അപ്പുറത്തേക്കും നടത്തും. അടിപൊളി. പിന്നെ ഇവിടെ വലിയ വലിയ യൂട്യൂബർമാരും എല്ലാവരും വന്നിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ പരിപാടിക്ക് അവരൊക്കെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും വലിയ സന്തോഷം തന്നെ. കാരണം വെച്ചാൽ അവരാ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. സമയത്തിന്റെ എല്ലാം കാര്യം നമ്മളൊക്കെ വേണ്ടി ചെയ്തതാണ്. എന്തായാലും അവരോട് ഒത്തിരി നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഒന്ന് വരുമോ? നന്നായി പിടിക്കോ? ചൂടുണ്ടാവല്ലോ.
അപ്പൊ നമ്മുടെ മസാല ചിക്കനൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി റൈസ് ഇടാൻ പോവാണേ. വെയിറ്റ് ചെയ്താൽ ആസ്വദിച്ച് കഴിക്കാം. ഇവനാണ് എന്താണ് ലഗോണാക്കാൻ പറഞ്ഞത്. പക്ഷെ ലഗോൺ വിനോദേട്ടന്റെ ലഘുവാണ്. അതിൽ വരുന്നുണ്ടോ? എന്റെ ശരീരത്തിന് ഇറച്ചില്ല. എന്നിട്ടപ്പോ അതിൽ ഇരിപ്പുണ്ടോ? കൊറേ ഉണ്ട് ഇവനോട്ടാ. നമുക്ക് കൊടുത്താലും നമുക്ക് പാവപ്പെട്ടവർക്ക് ഏയ് അതിൽ നിങ്ങൾ എല്ലാരും ഇല്ല ഇവിടെ. ഉണ്ട്. എന്നാലും നമുക്ക് ഉള്ള ആൾക്കാരൊക്കെ ഞാൻ പിടിച്ചോളാം ഇട്ടോളാം. ആരാണ് ഒരു ഹായ് പറഞ്ഞ വ്ളോഗിൽ ഒരു ഹായ് പറഞ്ഞോ. വ്ളോഗ് ഇതാണ് നമ്മുടെ വിനോദേട്ടന്റെ മകൻ സിദ്ധു. ഇവൻ ഇവിടെ ഇല്ല. ഇവൻ പഠിത്തത്തിന്റെ ഭാഗമായി വലിയ പഠിപ്പുകാരനാണ്. എങ്ങനെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ്. മോനെ എന്താ അവിടുത്തെ ഫ്രണ്ട് അറേഞ്ച് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അറേഞ്ച് ചെയ്ത് കാണിച്ചു. അന്റെ വീടൊക്കെ നമ്മളൊന്ന് മാറ്റി സിദ്ധോ ഇങ്ങോട്ട് വാ. അന്റെ വീടൊക്കെ നമ്മളൊന്ന് മാറ്റി ഇങ്ങോട്ട് വായോ. സിദ്ധു ഇങ്ങോട്ടോ ഇങ്ങോട്ട് കാണിച്ചോ. ആ എങ്ങനെയുണ്ട് മൂടയില്ലേ എവിടെ മിസ്സായിട്ട് തന്നെ. എങ്ങനെയുണ്ട് സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? താഴെ കാണിച്ചു കൊടുത്താ മാറ്റ് താഴെ കാമിലുണ്ട് എങ്ങോട്ടാ? സിദ്ധു വിളിക്കും. കാമിലുണ്ട്. ഹലോ കാമിലുണ്ട്. എവിടെ വീട്ടില് പരിപാടി വരില്ല. വീടിന് ഓണർ എന്നോട് വീട്ടിൽ പരിപാടിയായിട്ട് എന്താ വരാത്തെന്ന് എന്താ പറഞ്ഞേ? അനക്ക് അവിടെ പരിപാടി എന്ത് പരിപാടി? ഇവിടെ വലിയ പരിപാടി നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് പറയാനുള്ളത്? ഇവിടെ നമ്മളെ ബഹുമാനപ്പെട്ട ആശയങ്ങളുണ്ട് ഇവിടെ. പായസം എങ്ങനെയുണ്ട്? എന്താ പറയണ്ടേ? പായസം കുടിച്ചോ? പായസം കുടിച്ചില്ലേ? നമ്മൾ ബഹുമാനപ്പെട്ട നാക്കനക്കോ കെൻറ്റി വീണക്കോ അവിടെ ദമ്മ പൊട്ടിക്കാൻ കേട്ടാ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി. കുറെ നേരത്തെ കാത്തിരിപ്പ്. നമ്മൾ റൈസ് മാറ്റി കൊണ്ട് റൈസ് ഞാൻ മണത്തിലാണ് ഞാൻ നിക്കണത്. ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മള് ഇവിടുന്ന് കുന്നംകുളത്തുനിന്ന് ഒരാളെ കൊടുത്തിട്ടുണ്ട്. പന്നി തടം വേണ്ട.
ചോറ് റെഡി ഉണ്ട്. ആയിക്കോട്ടെ, അത് ചെയ്താ അങ്ങനെ ഐഡിയ അപ്പോ നമ്മളെ ഇരിക്കാനുള്ള സെറ്റാക്കാണ്. അപ്പൊ സെറ്റാക്കിക്കൊണ്ടിരിക്കാണ്. ഒന്നും പറയില്ല. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരാള് നെറ്റ് വെച്ചോ. ക്വാണ്ടിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ളതല്ല, ക്വാണ്ടിറ്റി ഉള്ളത്. ചിക്കനൊക്കെ കറക്റ്റ് വെന്ത് തിന്നിട്ടില്ല പക്ഷെ ഞാൻ പറയും ഞാൻ നോക്കിയിട്ടില്ല, നോക്കണം. സഹ എല്ലാരും ഇരിക്കണം. എന്താണ് അക്കു എന്താ പറയല്ലേ അക്കു? അവിടെ ഇരിക്കാൻ പറയല്ലോ. എടാ ഒരു ഭാഗം ഒതുക്കിയിരിക്കണം, ഒരു ഭാഗം ഒതുക്കിയിരുന്ന എല്ലാരും. ഇടുവരി സഹോദരങ്ങളെ എന്താ എടാ നമ്മള് ബിരിയാണി കഴിക്കാൻ പോണേ. അപ്പൊ വിനോദിന്റെ സ്പെഷ്യൽ ബിരിയാണി. വിനോദിനെ വരും. ഞാൻ ഇരിക്കുന്നില്ല, നിങ്ങളെ കഴിക്കും. എങ്ങനെ നിങ്ങളാണ് കഴിക്കേണ്ടത്, നിങ്ങൾ കഴിച്ചിട്ട് പറയണം. എന്തായാലും നമ്മുടെ ഈ അശ്മിൽ എന്താ പറയുന്നത്? ഞാൻ നമ്മുടെ ഒരു വിളമ്പി കൊടുക്കാം. സ്പെഷ്യൽ ബിരിയാണി. റൈസ് കൊടുക്ക. റൈസ് സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മുടെ. റൈസ് മോളെന്തേ എങ്ങനെ കഴിച്ചിട്ട് പറയട്ടാ. കിഡിലെ സ്മെല്ല് അപ്പൊ മനസ്സിലാക്കാ ബിരിയാണിന്റെ ക്വാളിറ്റിയും ബിരിയാണിന്റെ സ്മെല്ല് മോനെ. ആ ദമ്മൊട്ടിച്ച മുതല് പെരടുള്ള ഫുള്ള് സ്മെല്ലാ, ഒരു രക്ഷയില്ല. കഴിച്ചോക്കട്ടെ. ഒരു രക്ഷയില്ല. അങ്ങനെ ഇഡ്ഡലൻ മസാല മടുത്തൂലേ. ഇതിനെക്കാളും ടേസ്റ്റ് വിനോദന്റെ സ്നേഹത്തിനാ. അങ്ങനെ നമ്മുടെ നോമ്പുതുറ സമാപിക്കാൻ പോവാണ്. അവസാനമായിട്ട് നമുക്ക് ഈ വേസ്റ്റുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അതിന് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും പിരിയാം. ഓക്കെ, ഇന്നത്തെ പരിപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ല. ആ ദമ്മൊട്ടിച്ച പൂന്തല് നല്ല സ്മെല്ലുണ്ടായിരുന്നു. അല്ല അങ്ങനല്ല, നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഫുഡിനേക്കാൾ ഉപരി വിനോദന്റെ സ്നേഹം അത് എടുത്തു വരേണ്ടതാണ്. അത് ഇത് ഞാൻ വീഡിയോക്ക് വേണ്ടി അറിയാല്ല, കാര്യത്തിൽ പറഞ്ഞാണ്. അത്ര അടിപൊളി ഒരു മെമ്മറി. അപ്പൊ നമ്മള് ലാസ്റ്റത്തെ വ്ളോഗിന്റെ ലാസ്റ്റ് വിനോദേട്ടനായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോയി. ഇങ്ങനെ ലാസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള വൈൻഡപ്പായി.
അവരെ കിട്ടിയോ? ബിരിയാണി ചോറക്കാൻ വന്നിട്ട് ആരെങ്കിലും ഒരാൾ തൽക്കാലം എടുത്തോ. സംസാരിച്ചോ? ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആ റെഡി. ഇങ്ങനല്ലേ? ആ ഇല്ല പറഞ്ഞില്ല. സ്റ്റാർട്ട് ചെയ്യട്ടെ. ലഹരി വേണ്ട, ലഹരി വേണ്ട, ഫുഡ് കഴിച്ചാൽ അടിച്ചു പൊളിക്കാം.